നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജമാഅത്തെ ഇസ്ലാമി ബന്ധം വലിയ ചർച്ചാ വിഷയമാകുമെന്ന് ഉറപ്പായിരിക്കുന്നു. UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമി ഭരിക്കുമെന്നും മാറാട് ആവർത്തിക്കുമെന്ന ബാലന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ വാക്പോര് കടുക്കുകയാണ്. AK ബാലനെ തന്റെ പഴയകാല സുഹൃത്തു കൂടിയായ, ഇപ്പോഴത്തെയും സുഹൃത്താണ്, മുഖ്യമന്ത്രി പിന്തുണയ്ക്കുമ്പോൾ AK ബാലന്റെ പ്രസ്താവന പക്ഷേ CPM നേതൃത്വം ഏറ്റെടുത്തിട്ടേയില്ല. കേരളത്തിന്റെ പഴയകാല അനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ബാലൻ സംസാരിച്ചു എന്നാണ് മുഖ്യമന്ത്രി AK ബാലനെ കുറിച്ച് പറഞ്ഞത്. AK ബാലന്റെ പ്രസ്താവനയെക്കുറിച്ച് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. പക്ഷേ വ്യത്യസ്തമായ നിലപാടാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്വീകരിച്ചത്. പാർട്ടി ബാലന്റെ പ്രസ്താവന ഏറ്റെടുക്കുന്നില്ല. UDFന്റെ മുൻകാല നിലപാടുകളെയും നിലവിലെ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളെയും രൂക്ഷമായി വിമർശിച്ചാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. ഇന്നലെ MV ഗോവിന്ദൻ തിരുവനന്തപുരത്തെ ജില്ലാ കമ്മിറ്റിയിൽ സംസാരിച്ചതിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സാങ്കല്പികമായ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ സാങ്കല്പികമായി മറുപടി പറയുന്നത് ഒരു പാർട്ടി ലൈനല്ല കേട്ടോ എന്നാണ്. മലബാറിൽ മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റുകൾ നൽകുന്നതിലുള്ള അപകടത്തെക്കുറിച്ച് CK ഗോവിന്ദൻ നായർ പറഞ്ഞ കാര്യങ്ങൾ KPCC പ്രസിഡന്റായിരുന്ന കാലത്ത് രമേശ് ചെന്നിത്തല തന്നെ പ്രസംഗിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇപ്പോഴിതാ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി രമേശ് ചെന്നിത്തല രംഗത്തെത്തുന്നു. റിപ്പോർട്ടർ ഇലക്ഷൻ ബിഗ് എക്സ്ക്ലൂസീവ്. മുഖ്യമന്ത്രി ചരിത്രം മറക്കരുതെന്ന് രമേശ് ചെന്നിത്തല. CK ഗോവിന്ദൻ നായരുടെ നിലപാടാണ് താൻ പ്രസംഗിച്ചത്. 2025 രാഷ്ട്രീയവുമായി അന്നത്തെ പരാമർശത്തിന് യാതൊരു ബന്ധവുമില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. അന്നത്തെ ലീഗല്ല ഇന്നത്തെ ലീഗ്, അന്നത്തെ കോൺഗ്രസ് അല്ല ഇന്നത്തെ കോൺഗ്രസ്. അന്ന് പറഞ്ഞതിന് എന്താണ് പ്രസക്തിയെന്നും ചെന്നിത്തല ചോദിക്കുന്നു. 1978 BJP വോട്ട് വാങ്ങി ജയിച്ചയാളല്ലേ മുഖ്യമന്ത്രിയെന്നും ചെന്നിത്തല ചോദിക്കുന്നു. റിപ്പോർട്ടറിന്റെ നേരോ നേതാവെ അഭിമുഖത്തിലായിരുന്നു ജിബി ജെയിംസിനോട് ചെന്നിത്തലയുടെ പ്രതികരണം കേൾക്കാം. KPCC പ്രസിഡന്റായിരുന്ന CK ഗോവിന്ദൻ നായർ 60കളിലായിരുന്നു ഇത് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അനുസ്മരണ സമ്മേളനത്തിൽ സ്വാഭാവികമായും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയില്ലേ. 60കളിലെ രാഷ്ട്രീയവും 2025 രാഷ്ട്രീയവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ടെന്ന് അറിയാത്ത ആളൊന്നുമല്ല കേരളത്തിൻ്റെ. പക്ഷേ 60ലെ സംഭവം KPCC പ്രസിഡന്റ് ആയിരിക്കെ താങ്കൾ അതെടുത്ത് ഉന്നയിക്കണമെങ്കിൽ അതിന് പ്രസക്തി ഉണ്ടായിക്കോളാം. അല്ല, അതുകൊണ്ടല്ല. അന്ന് അദ്ദേഹം എടുത്ത ചില നിലപാടുകളെ പറ്റി ഞാൻ പറഞ്ഞതാണ്. അതിലൊക്കെ വളരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. താങ്കൾ എന്തിനത് കോട്ട് ചെയ്ത്? അല്ല, ഞാൻ അദ്ദേഹത്തെ പറ്റി പറഞ്ഞ കാര്യങ്ങളാണ്. അദ്ദേഹം എടുത്ത നിലപാടുകൾ, അദ്ദേഹം എടുത്തുന്ന കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ എടുത്ത കാര്യങ്ങൾ, ആ ചരിത്രമൊക്കെ പറഞ്ഞതാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിക്കുന്നു. BJPയുടെ വോട്ട് വാങ്ങിച്ച് കൂത്തുപറമ്പിൽ 5000 വോട്ട് ജയിച്ച ആളാണ് ഇദ്ദേഹം. 78 അന്ന് കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ജനതാ പാർട്ടി ഉണ്ടാക്കിയപ്പം ആ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ. അതിൽ RSSും BJP ഉണ്ടായിരുന്നു. LK അദ്വാനി വന്ന് പ്രസംഗിച്ചതാണ് ഇവർക്കൊക്കെ വേണ്ടി. മാത്രമല്ല, ഉദുമ തെരഞ്ഞെടുപ്പിൽ EMS പോയി KG മാരാർ വോട്ട് പിടിച്ചതാണ്. ഇതൊക്കെ ചരിത്രം മറക്കരുത്. ഞങ്ങളാരും BJPയുടെ CPM RSSൻ്റെ വോട്ട് വാങ്ങിച്ച് ജയിച്ചിട്ടില്ല. ഇവർ കൂട്ടുകെട്ടുണ്ടാക്കി ജയിച്ച ആളുകളാണ്. ഈ ചരിത്രമൊന്നും കേരളത്തിലെ മുഖ്യമന്ത്രി മറക്കരുത്. അത് വേറൊന്ന് ചോദിച്ചല്ലോ, മാറാട് കലാപം. ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടി 5 വർഷം ഭരിച്ചപ്പോൾ ഇവിടെ ഏത് കലാപം ഉണ്ടായി? ഏത് വർഗീയ കലാപം ഉണ്ടായി? പഴയ കാലത്ത് നടന്ന തലശ്ശേരി കലാപവും മാറാട് കലാപവും ഒക്കെ പറയുന്ന ആളുകളോട് ഞാൻ ചോദിക്കുന്നു, ഞങ്ങളുടെ ഭരണകാലത്ത് എവിടെ കലാപം ഉണ്ടായേ? ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് ഏത് കലാപം ഉണ്ടായേ? ഒരു കലാപം ഉണ്ടായിട്ടില്ല. എല്ലാ ദിവസവും 10 മണിക്കെടുത്ത് നോക്കിയാൽ മതി, കലാപങ്ങളുടെ ശൃംഖല കാണാം. കേരളത്തിൽ നടക്കുന്ന കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, ക്രമസമാധാന പ്രശ്നങ്ങൾ, ഡ്രഗും മദ്യം ഉപയോഗിച്ച് ആളുകളെ കൊല്ലുന്ന കാര്യങ്ങൾ, ഇതൊക്കെ കേരളത്തിൽ നടക്കുന്നു. ജനതാ പാർട്ടിയായിരുന്ന കാലത്ത് കൂത്തുപറമ്പിൽ പിണറായി വിജയൻ വോട്ട് വാങ്ങിച്ചെന്നാണ് ചെന്നിത്തല പറയുന്നത്. EMS KG മാരാരുമായി കൂട്ടുകൂടിയിരുന്നുവെന്നും ചെന്നിത്തല പറയുന്നു. തലശ്ശേരി കലാപം മറക്കരുതെന്നും ചെന്നിത്തല ഓർമ്മിപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൗരാവകാശത്തെക്കുറിച്ച് മാത്രം മുഖ്യമന്ത്രി പറഞ്ഞത് ന്യൂനപക്ഷ വോട്ട് കിട്ടാനാണെന്നും ചെന്നിത്തല നേരോ നേതാവ് പരിപാടിയിൽ പറഞ്ഞു. ആറോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആറോഷിപാൽ, ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതിനുള്ള മറുപടിയുമായി ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിരിക്കുന്നു. നമ്മുടെ നേരോ നേതാവ് എന്ന പരിപാടിയിലായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. അതിൽ നേരത്തെ തന്നെ പാർട്ടി നിഷേധിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഏതെങ്കിലും BJP വോട്ട് താൻ വാങ്ങി ജയിച്ചിട്ടില്ല എന്നുള്ള കാര്യം പിണറായി വിജയൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. നീണ്ട ചരിത്രമൊക്കെ അന്ന് പിണറായി വിജയൻ പറയുകയും ചെയ്തു. ഒരിക്കൽ കൂടി രമേശ് ചെന്നിത്തല ആ വിഷയം പൊതുചർച്ചയിലേക്ക് കൊണ്ടുവരികയാണ്. CK ഗോവിന്ദൻ നായർ പറഞ്ഞത്, അന്ന് അദ്ദേഹത്തിന്റെ അനുസ്മരണ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത് ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത് എന്നതാണ് ഇപ്പോൾ പറയുന്നത്. മറുപടിയായോ മുഖ്യമന്ത്രിക്ക്? ഇത് വീണ്ടും ചർച്ചയായി മാറുകയാണോ? ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിലൊന്നായി AK ബാലൻ ഉയർത്തിവിട്ട ജമാഅത്തെ ഇസ്ലാമി പ്രസ്താവനയും അതിനെ തുടർന്നുള്ള ന്യൂനപക്ഷ വിരുദ്ധം എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്ന തരത്തിലുള്ളൊരു രാഷ്ട്രീയവും ചർച്ചയും ചൂടുപിടിക്കുകയാണോ? റോഷി, ഗുഡ് മോർണിംഗ്.
ഗുഡ് മോർണിംഗ് അരുൺകുമാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയതോടെ ഇങ്ങനെയുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ സ്വാഭാവികമാണ്. ഏതായാലും ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാടിനെ തുറന്നുകാട്ടാൻ CPM ഒരു ഭാഗത്ത് ശ്രമിക്കുമ്പോഴാണ് CK ഗോവിന്ദൻ നായരുടെ അനുസ്മരണത്തിൽ രമേശ് ചെന്നിത്തല നടത്തിയ പ്രസംഗവും ചർച്ചയാകുന്നത്. മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ആ പരാമർശങ്ങളുടെ പ്രസക്തിയും. അന്ന് CK ഗോവിന്ദൻ നായർ നമുക്കറിയാം കോൺഗ്രസിലെ ഏറ്റവും ശക്തനായ നേതാവായിരുന്നു. മാത്രമല്ല പുരോഗമന നിലപാടുണ്ടായിരുന്നു. കാർക്കശ്യമായിരുന്നു CK ഗോവിന്ദൻ നായരുടെ ഒരു പ്രത്യേകതയും. അങ്ങനെയുള്ള CK ഗോവിന്ദൻ നായർ ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. പക്ഷെ അതിൻ്റെ ഒരു പശ്ചാത്തലം ചേർത്ത് വായിക്കുമ്പോൾ മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റ് നൽകിയാൽ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം കൂടിയാണ് അവിടെ രമേശ് ചെന്നിത്തല ഓർമ്മിപ്പിച്ചത്. ഏതായാലും ആ കാര്യമാണ് ഇവിടെ മുഖ്യമന്ത്രിയും ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ മുസ്ലിം ലീഗിനെയും സമാനമായ രീതിയിൽ ജമാഅത്ത് ഇസ്ലാമിയെ പോലെ തന്നെ മുസ്ലിം ലീഗിനെയും കോർണർ ചെയ്യാനുള്ള നീക്കം LDFിന്റെ ഭാഗത്ത് വളരെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. നേരത്തെ പല ഘട്ടങ്ങളിലായി അത് വ്യക്തമാവുകയും ചെയ്തതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതിന്റെ പ്രസക്തിയും വർദ്ധിക്കുന്നു. വരും ദിവസങ്ങളിൽ ഏത് തരത്തിലായിരിക്കും LDFിന്റെ പ്രചാരണം എന്നത് ഏതാണ്ട് വ്യക്തമാവുകയാണ്. ഏതായാലും രമേശ് ചെന്നിത്തല അതിന് കൃത്യമായ മറുപടി നൽകുന്നുണ്ട്. ഏത് സാഹചര്യത്തിൽ അങ്ങനെ പറയേണ്ടി വന്നു? മുസ്ലിം ലീഗ് അന്നത്തെ മുസ്ലിം ലീഗില, അന്നത്തെ മുസ്ലിം ലീഗിന്റെ നിലപാടതായിരുന്നു. അതുകൊണ്ടാണ് അന്ന് CK ഗോവിന്ദൻ നായർ ആ നിലപാട് പറഞ്ഞത്. അത് ഓർമ്മിപ്പിക്കുകയായിരുന്നു ചെയ്തത്. നേരെ മറിച്ച് ഇന്നത്തെ മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗുമായി വളരെ വ്യത്യസ്തതയുണ്ട് എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. ആ മറുപടിയിൽ കാര്യങ്ങൾ അവസാനിക്കുമെന്ന് രമേശ് ചെന്നിത്തല പ്രതീക്ഷിക്കുന്നു. പക്ഷേ അവിടെ കൊണ്ട് തീരാനുള്ള സാധ്യതയില്ല. കാരണം ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും അവിടെ ഉത്തരം പറയേണ്ട ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗ് ആയിരിക്കും. അരുൺകുമാർ, ഏതായാലും ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ കോൺഗ്രസ് നേതാക്കളുടെയും UDF നേതാക്കളുടെയും ഭാഗത്തുനിന്നുണ്ടാകും.